റെട്രോ എ കാർത്തിക് സുബ്രാജ് സിനിമ. അതെ, ഒരു കാർത്തിക് സുബ്രാജ് സിനിമ എന്ന് തന്നെ നമുക്ക് ഇതിനെ കംപ്ലീറ്റ്ലി പറയാം. അധികം വളച്ചു നീട്ടലോ അല്ലെങ്കിൽ അധികം ഇതിനെപ്പറ്റി ടെക്നിക്കലി ഇതിനെക്കുറിച്ച് സംസാരിക്കേണ്ട ഒന്നും കാര്യമില്ല. സ്ട്രെയിറ്റ് ആയിട്ട് സിനിമ എങ്ങനെയുണ്ടെന്ന് തന്നെ പറയാം. തീർത്തും ബോറെന്ന് തന്നെ ഈ ഒരു സിനിമയെ പറ്റി പറയേണ്ടി വരും. സൂര്യയുടെ ഒരു തിരിച്ചുവരവൊക്കെ പ്രതീക്ഷിച്ചിരുന്നു, അല്ലെങ്കിൽ ഈ ഒരു സിനിമയിലെങ്കിലും നമ്മുടെ നടിപ്പിൻ നായകൻ സൂര്യകുമാർ തിരിച്ചു വരുമെന്നൊക്കെ പ്രതീക്ഷിച്ചു. കാരണം കഴിഞ്ഞ ഒരു കുറച്ച് നാളുകളായിട്ട് ഇറങ്ങുന്ന സിനിമകളെല്ലാം കംപ്ലീറ്റ്ലി 8 നിലയിൽ പൊട്ടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഈ ഒരു സിനിമയെങ്കിലും ട്രെയിലറൊക്കെ കണ്ടപ്പോൾ പ്രതീക്ഷിച്ചിരുന്നു. ആ ഒരു ഹൈപ്പും കാര്യങ്ങളും ഒന്നും ഇല്ലായിരുന്നു. ആ ട്രെയിലറിലെ പല സീക്വൻസുകളും കണ്ടപ്പോഴും പ്രതീക്ഷിച്ചു ലാഗൊക്കെ നന്നായിട്ട് ഉണ്ടാകുമെന്ന്. എന്നിരുന്നാൽ പോലും ഒരു ചെറിയ പ്രതീക്ഷകൾ ഉണ്ടായിരുന്നു, ഇതിലെങ്കിലും ഒരു എബോ ആവറേജ് ലെവലിലെങ്കിലും സിനിമയെ എത്തിക്കാൻ സാധിക്കുമെന്ന്. ബട്ട് തീർത്തും നിരാശപ്പെടുത്തുന്ന ഒരു സിനിമ തന്നെയായിരുന്നു റെട്രോ. ഇവര് സൂര്യ ഈ ഒരു അടുത്ത കാലത്തായിട്ട് സ്ക്രിപ്റ്റ് ഒന്നും വായിക്കാതെയാണോ സിനിമകൾ ചെയ്യുന്നത് എന്ന് പോലും സംശയം പ്രേക്ഷകർക്കൊക്കെ തോന്നുന്ന രീതിയിലാണ് ഈ ഒരു സിനിമ കണ്ടു കഴിയുമ്പോൾ മനസ്സിലാകുന്നത്. അല്ലെങ്കിൽ ഇതിനു മുമ്പ് കണ്ടിരിക്കുന്ന പല സിനിമകളും അങ്ങനെ തന്നെയാണ് സൂര്യ തെരഞ്ഞെടുത്തിരിക്കുന്നത്. ഇതിപ്പോ സൂര്യയും ജ്യോതികയൊക്കെ തന്നെയാണ് പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പം ഇവരുടെ കയ്യിൽ ഇഷ്ടം പോലെ കാശുണ്ടായിട്ടാണോ ഇതുപോലെ ഒരു സ്ക്രിപ്റ്റ് പോലും നേരെ ചൊവ്വേ നോക്കാതെ ഒരു സിനിമ ചെയ്യുന്നത് എന്ന് എനിക്കൊരു ഐഡിയയും കിട്ടുന്നില്ല. കാരണം കാർത്തിക് സുബ്രാജ് ഒരു നല്ല ഡയറക്ടർ തന്നെയാണ്, അതുപോലെ തന്നെ സൂര്യ നല്ലൊരു ആക്ടറുമാണ്. ബട്ട് ഇതിനകത്ത് എന്താണ് ചെയ്തു വെച്ചിരിക്കുന്നതെന്ന് ഒരു ഐഡിയയും കിട്ടുന്നില്ല. ആദ്യ പകുതി എന്ന് പറയുന്നത് കുഴപ്പമില്ല, ഓക്കെ, നമുക്കൊരു ഓക്കെ ഫസ്റ്റ് ഹാഫ് എന്ന് നമുക്ക് പറയാം, അല്ലെങ്കിൽ ഒരു കുഴപ്പമില്ലായിരുന്നു എന്ന് നമുക്ക് പറയാൻ സാധിക്കുന്ന ഒരു സിനിമ തന്നെ എന്ന് ആദ്യ ഒരു പകുതി കണ്ടു കഴിയുമ്പോൾ തോന്നും. ബട്ട് അവസാനത്തെ അല്ലെങ്കിൽ സെക്കൻഡ് ഹാഫ് എന്ന് പറയുന്നത് തീർത്തും കണ്ടിരിക്കുന്ന പ്രേക്ഷകരെ അങ്ങോട്ട് ബോറടിപ്പിച്ച് ലാഗാക്കി എങ്ങനെയെങ്കിലും എഴുന്നേറ്റ് പോയാൽ മതി എന്ന രീതിയിലേക്ക് എത്തിക്കുന്ന ഒരു സിനിമയാണ് നെക്സ്റ്റ് ഹാഫ് എന്ന് പറയുന്നത്. സാധാരണ കണ്ടുവരുന്ന അല്ലെങ്കിൽ യൂഷ്വൽ തമിഴ് സിനിമകളിൽ അല്ലെങ്കിൽ കാർത്തിക് സുബ്രാജിന്റെ അല്ലെങ്കിൽ തമിഴ് പടങ്ങളിൽ കണ്ടുവരുന്ന മക്കൾ പാസം തന്നെയാണ് ഇതിനകത്ത് ഇവര് കൊണ്ടുവന്നിരിക്കുന്നത്. അതിനിടയിൽ കുറച്ച് ഡിസ്റ്റിങ് ആയിട്ടുള്ള ഒരു ക്ലൈമാക്സും ഇത് കണ്ട് ബോറടിക്കുമ്പോൾ ഇടയിൽ കുറച്ച് ഫൈറ്റും ഈ ഒരു സീക്വൻസ് ഒക്കെ തന്നെയാണ് ഇതിലും കൊണ്ടുവന്നിരിക്കുന്നത്. പിന്നെ കുറച്ച് എന്തൊക്കെയോ കാണിച്ചു കൂട്ടുന്ന കുറച്ച് കോമഡി സീക്വൻസ്, ലോജിക് ഇല്ലാത്ത കുറച്ച് കോമഡി സീക്വൻസ് എല്ലാം കൂടെ മിക്സ് ചെയ്ത് എങ്ങനെയൊക്കെയോ എഡിറ്റ് ചെയ്ത് പ്രേക്ഷകർക്ക് മുന്നിലേക്ക് ഇട്ടുകൊടുത്ത ഒരു സിനിമയായിട്ടാണ് ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് തീർച്ചയായും തോന്നിയത്. കൊടുത്ത പൈസ വെറുതെ പോയി, അല്ലെങ്കിൽ നമ്മുടെ സമയവും വെറുതെ പോയതായിട്ടാണ് സിനിമ കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് പേഴ്സണലി തോന്നിയത്. കണ്ടവരൊക്കെ ഒന്ന് അഭിപ്രായം പറയാം, നിങ്ങൾക്കും ഇതൊക്കെ തന്നെയാണോ കണ്ടു കഴിഞ്ഞപ്പോൾ തോന്നിയത് ഈ ഒരു സിനിമയെ പറ്റി? എന്താണെന്നുണ്ടെങ്കിൽ സൂര്യയുടെ ഒരു തിരിച്ചുവരവിന് ഇനി മിക്കവാറും കുറെ കാത്തിരിക്കേണ്ടി വരും. കാരണം ഒത്തിരി ഫ്ലോപ്പുകൾക്ക് ശേഷം ഇതൊരു മികച്ച തിരിച്ചുവരവായിരിക്കും, അല്ലെങ്കിൽ ഈ ഒരു അവസരം മികച്ച രീതിയിൽ വിനിയോഗിക്കും എന്നൊക്കെ കരുതിയിരുന്നു. ബട്ട് ഇതും ഫ്ലോപ്പായ സ്ഥിതിക്ക്, അല്ലെങ്കിൽ ഇതും ഫ്ലോപ്പ് ആകാൻ പോകുന്നു എന്ന് തന്നെ നമുക്ക് കരുതാം. തമിഴ്നാട്ടിൽ മിക്കവാറും സൂര്യനെയൊക്കെ വലിച്ചു കീറും. കാരണം മോർ ദാൻ 10 crore പ്രീ സെയിലൊക്കെ ഉണ്ടായിരുന്ന ഒരു സിനിമയായിരുന്നു റെട്രോ എന്ന് പറയുന്നത്. അപ്പം ഈ ഒരു പരിപാടിയൊക്കെയാണ് കാണിച്ചു വെച്ചിരിക്കുന്നെങ്കിൽ അവർ മിക്കവാറും വലിച്ചു കീറി ഉടുക്കും ഇന്നത്തോടു കൂടി സൂര്യനെ. ഇനി സിനിമയായിട്ട് ഈ ഒരു ഫീൽഡിലേക്ക് കാണണ്ട എന്ന് കൂടി പറഞ്ഞു കളയും. കാരണം അത്രയ്ക്ക് മോശം സിനിമ തന്നെയാണ് റെട്രോ. നമുക്കൊരു ഓക്കെ മൂവി എന്ന് പോലും പറയാൻ സാധിക്കത്തില്ല. കാർത്തിക് സുബ്രാജിന്റെ ആ ഒരു യൂഷ്വൽ മൂവി, അതിനകത്ത് പ്രത്യേകിച്ച് പ്രേക്ഷകർക്ക് ഒന്നും പ്രതീക്ഷിക്കാനോ ഒന്നും തന്നെ ഇല്ല. പിന്നെ സന്തോഷ് നാരായണന്റെ മ്യൂസിക് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത് കുഴപ്പമില്ല കേട്ടോ, നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. ആളുടെ ഒരു മ്യൂസിക് മാത്രമാണ് പോസിറ്റീവ് എന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഈ കുറച്ച് ഷോർട്സുകളും കാര്യങ്ങളും ഒക്കെ നല്ലതാണ്. പിന്നെ സൂര്യയുടെ അഭിനയം ഓഫ് കോഴ്സ് നല്ല രീതിയിൽ തന്നെ ഉണ്ടായിരുന്നു. നടിപ്പിൻ നായകൻ നല്ല രീതിയിൽ തന്നെ അഭിനയിച്ചിട്ടുണ്ട്, ഇല്ലെന്നൊന്നും പറയുന്നില്ല. കുറച്ച് നല്ല അടിപൊളി ഗെറ്റപ്പും പുള്ളിയുടെ ആ ഒരു മേക്ക് ഓവറും കാര്യങ്ങളും ഒക്കെ തന്നെ അടിപൊളിയായിരുന്നു. ബട്ട് നല്ലൊരു സ്ക്രിപ്റ്റും നല്ലൊരു സ്റ്റോറി ലൈനും കാര്യങ്ങളും ഒന്നും ഇല്ലാതെ വെറുതെ അങ്ങ് എടുത്തു വെച്ച് കഴിഞ്ഞാൽ അതിനൊരു ഫോട്ടോഷൂട്ട് ചെയ്താൽ പോരെ. കുറച്ച് മേക്ക് ഓവറും കാര്യങ്ങളും ഒക്കെ പ്രേക്ഷകരെ കാണിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഫോട്ടോഷൂട്ട് ചെയ്തിട്ട് പുള്ളിയുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലേക്ക് പോസ്റ്റ് ചെയ്താൽ മതിയായിരുന്നു. പുള്ളിയുടെ ഗെറ്റപ്പും കാര്യങ്ങളും ഒക്കെ വെറൈറ്റി ആയിട്ട് കാണിക്കുന്ന രീതിയിലൊക്കെ. ഒരു സിനിമയാകുമ്പോൾ അതിനകത്ത് പ്രോപ്പർ ആയിട്ടുള്ള ഒരു കഥ ഉണ്ടായിരിക്കണം. ആ കഥ കണ്ടിരിക്കുന്ന പ്രേക്ഷകർക്ക് കണക്ട് ആവുന്നതോടുകൂടി ലാഗില്ലാതെ കാണാനും സാധിക്കണം. ഇതൊന്നുമില്ലാതെ ലാഗടിപ്പിച്ച് ബോറടിപ്പിച്ച് പ്രേക്ഷകരെ വെറുപ്പിക്കാനാണെന്നുണ്ടെങ്കിൽ എന്തിനാണ് ഇങ്ങനെ ഒരു സിനിമയുമായിട്ട് വരുന്നത്? അപ്പം എന്താണെങ്കിലും ഈ ഒരു സിനിമയെ പറ്റി കൂടുതലൊന്നും ടെക്നിക്കലി അല്ലെന്നുണ്ടെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ വലിച്ചു നീട്ടിയൊന്നും റിവ്യൂ ചെയ്യാനില്ല. ഒരു കാർത്തിക് സുബ്രാജ് പടം തന്നെ. സൂര്യയെ കാണാൻ താല്പര്യമുള്ളവർക്ക് വേണമെങ്കിൽ പോകാം, സമയം വേസ്റ്റ്
എന്ന് തന്നെ എനിക്ക് പറയാനുള്ളൂ. ബാക്കി പ്രത്യേകിച്ച് പുതുമയുള്ള ഒരു സംഭവങ്ങളും ഇല്ല. കംപ്ലീറ്റ്ലി മനുഷ്യനെ ബോറടിപ്പിച്ച് വധിച്ച് കൊണ്ടുപോകുന്ന ഒരു സിനിമ എന്ന് തന്നെ നമുക്ക് പറയാം. ഇടയ്ക്ക് ഒരു 10-20 മിനിറ്റ് നമ്മളെ ഒരു സിംഗിൾ ഷോട്ടിൽ കൊണ്ടുപോകുന്ന കുറച്ച് നല്ല മൊമെന്റ്സുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അതൊക്കെ കണ്ട് നമ്മളൊന്ന് ഇംപ്രസ് ആയി വരുമ്പോൾ, അല്ലെങ്കിൽ അടുത്ത ഒരു സീക്വൻസിലേക്ക് വന്നു കഴിയുമ്പോൾ നല്ല ബെറ്റർ ആയിട്ടുള്ള കുറച്ച് സംഭവങ്ങൾ ഉണ്ടാകുമെന്നൊക്കെ കരുതി നമ്മൾ ഇംപ്രസ് ആയിട്ട് ഇരിക്കുമ്പോഴാണ് പിന്നെ നെക്സ്റ്റ് ഹാഫ് എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി മനുഷ്യനെ ബോറടിപ്പിച്ച് നമ്മളെ തന്നെ തിയേറ്ററിൽ നിന്ന് ഇറങ്ങി പോകാൻ തോന്നുന്ന വിധം ബോറടിപ്പിക്കുന്ന രീതിയിൽ കുറെ സംഭവങ്ങൾ കാണിച്ചു കൂട്ടി വെക്കുന്നത്. എന്നാണെങ്കിലും ഇതൊക്കെ തന്നെയാണ് റെട്രോയുടെ ഒരു മൊത്തത്തിലുള്ള ഒരു റിവ്യൂ എന്ന് പറയുന്നത്. തീർത്തും മോശമായിട്ടുള്ള, അല്ലെന്നുണ്ടെങ്കിൽ സൂര്യയുടെയും അല്ലെങ്കിൽ കാർത്തിക് സുബ്ബരാജിന്റെയും ഏറ്റവും മോശമായിട്ടുള്ള ഒരു സിനിമ എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. ബട്ട് ബെറ്റർ ദാൻ കങ്കുവ എന്നും കൂടി പറയാം ഇതിനകത്ത്. അതല്ലാതെ ഒരു മികച്ച സിനിമയൊന്നും എനിക്ക് പറയാൻ സാധിക്കത്തില്ല. സിംഗിൾ ഡേയിൽ തന്നെ മിക്കവാറും അടിച്ചു പോകാനുള്ള സാധ്യതകളുണ്ട്. അപ്പം ഇതൊക്കെ തന്നെയാണ്. അപ്പൊ ഇത് കണ്ടവരുടെയൊക്കെ അഭിപ്രായങ്ങൾ ഇത് തന്നെയാണോ? നിങ്ങളുടെ പ്രേക്ഷകരുടെ അഭിപ്രായങ്ങളും, അല്ലെങ്കിൽ എബോവ് ആവറേജ് എങ്കിലും കൊടുക്കാൻ പറ്റിയ ഒരു മികവ് ഉണ്ടായിരുന്നു സിനിമയ്ക്കെന്നൊക്കെ കണ്ട പ്രേക്ഷകരൊന്ന് കമന്റ് ആയിട്ട് അഭിപ്രായം പറയുക. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണാം.